നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തിരിക്കുകയാണ്. ഡിസംബർ സ്റ്റാർട്ടായാൽ തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു മൂഡിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. ഡിസംബർ 1-ാം തീയതി തുടങ്ങുമ്പോൾ 1-ാം തീയതിക്ക് മുമ്പ് തന്നെ എവിടെ നോക്കിയാലും നമുക്ക് കേക്ക് കാണാം, വൈൻ കാണാം, പിന്നെ ക്രിസ്മസ് റെസിപ്പീസ് കാണാം. ഡിസംബർ മുഴുവൻ ഒരു സെലിബ്രേഷൻ്റെ ഒരു മാസം തന്നെയാണ്. പക്ഷേ ഈ ഡിസംബർ മുഴുവൻ കണ്ണി കണ്ട എല്ലാ ഭക്ഷണങ്ങളും വെറൈറ്റി ഫുഡ് എല്ലാം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുറേ പേര് ഇങ്ങനെ തീരുമാനം എടുക്കും, ഞാൻ ജനുവരി മുതൽ ജിമ്മിൽ പോകണം, ജനുവരി മുതൽ എൻ്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഞങ്ങളുടെയൊക്കെ ചർച്ചയിലാണെങ്കിൽ പൊതുവേ ഞങ്ങൾ ന്യൂ ഇയർ സർവീസിന് ഞങ്ങൾ പറയും, ഈ വർഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഈ വർഷം ഇത് ചെയ്യുന്നു. അതുപോലാണ് ഈ ഫിറ്റ്നസ് നെക്സ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ ജനുവരി 1-നോ 2-നോ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടാൽ കൂടിപ്പോയ ഒരാഴ്ച ആയിരിക്കും നിങ്ങൾ പോകുന്നത്. അതിനുശേഷം പിന്നെയും നിങ്ങൾ പഴയതുപോലെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇയർ എൻഡ് ആയിട്ട് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം, ഈ ക്രിസ്മസ് മാസം ഞാൻ അധികം ഓവറായിട്ട് ഭക്ഷണം കഴിക്കില്ല, കണ്ണി കണ്ടതും കഴുതതും ഒന്നും വാരി വലിച്ച് കഴിക്കില്ല, ഞാൻ എൻ്റെ ഒരു ഫിറ്റ്നസ് ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ മാസം വെക്കുവാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഇയർ മുതൽ നിങ്ങളുടെ ജേർണി ഭയങ്കര ഈസി ആയിരിക്കും. അതല്ല, നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ ജിമ്മിൽ പോകാൻ തീരുമാനം എടുത്ത് അങ്ങനെ നിങ്ങൾ ജനുവരി 1-ഓ 2-ാം തീയതി മുതൽ പോയാൽ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മളിങ്ങനെ കുറേ ഭക്ഷണം കഴിച്ചു, വെയിറ്റ് കൂടി, അതിനുശേഷം ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തു, വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഈ ഒരു മാസം കുറേ സെൽഫ് കൺട്രോൾ ചെയ്ത് ഭക്ഷണങ്ങൾ ഓവറായിട്ടുള്ള കലോറി ഭക്ഷണങ്ങളൊന്നും എടുക്കാതെ വണ്ണം കുറച്ച് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ നമുക്ക് കേക്ക് കൊണ്ടുവരും, വൈൻ കൊണ്ടുവരും. അതുപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫുഡുകളാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എല്ലാവരുടെ വീട്ടിലും. അപ്പോഴങ്ങനത്തെ നമ്മൾ ഭയങ്കര എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കുറേ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറേ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കണം. പോരാത്തതിന് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിടിച്ച് നല്ല നല്ല കേക്കിൻ്റെ റെസിപ്പീസ്, നല്ല വൈൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ നമ്മൾ ഈ ബീഫ് ഒലത്തിയത്, ഡക്ക് റോസ്റ്റ്, ഇങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ കലോറി കുറച്ച് ചെയ്യാം, നമ്മുടെ ഫേവറേറ്റ് ഫുഡുകളൊക്കെ കലോറി കുറച്ച് എങ്ങനെ ചെയ്ത് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാം, ഇങ്ങനത്തെ വീഡിയോസൊക്കെയും ഈ ഒരു ഡിസംബർ മന്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വീഡിയോസ് കാണണം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ എല്ലാം നിങ്ങൾ അതിൽ തന്നെ ടൈപ്പ് ചെയ്യുകയും ചെയ്യണം. താങ്ക്